ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ. ഇതിനുള്ളിലുള്ള നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്കാണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കത്തിരി എടുത്തിട്ട് നമുക്ക് വെട്ടി കൊടുക്കാം. നമ്മുടെ സാധനം ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ സാധനം. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ മെനു കാർഡിൻ്റെ കവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സെൽഫി സ്റ്റിക്ക് എടുത്ത് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ നമ്മുടെ മൊബൈൽ വെക്കുക. ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് നമ്മുടെ മൊബൈൽ വെക്കുക. ഇതിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഉണ്ട്. നമുക്കിനി ഇത് വിരിച്ചെടുക്കാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് കുറച്ച് പൊന്തിച്ചിട്ട് നമ്മുടെ ഈ ക്യാമറ പോലത്തെ ഒരു ഓപ്ഷൻ കാണും ഇവിടെ. അത് നമ്മളിങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നീല ലൈറ്റ് കത്തുന്നതാണ്. ഇപ്പം നീല ലൈറ്റ് കത്തിയാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി മൊബൈലിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാം. നമ്മൾ നമ്മുടെ ക്യാമറ സെൽഫി സ്റ്റിക്കിൻ്റെ മറ്റേ ക്യാമറ പോലത്തെ സംഭവത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ മൊബൈലിലത്തെ ബ്ലൂടൂത്ത് എടുത്തതിന് ശേഷം നമ്മുടെ സെൽഫി എന്ന ഓപ്ഷൻ കാണും. അത് കണക്ട് ചെയ്താൽ മതി. അത് പെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോസ് എല്ലാം അതിൽ നമ്മൾ ഈ സെൽഫി സ്റ്റിക്കത്തെ ആ ക്യാമറേൻ്റെ ഓപ്ഷൻ നിൽക്കുന്നവരുടെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ട് നിൽക്കും. ഗൈസ്, നമ്മുടെ സെൽഫി കണക്റ്റ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ സെൽഫി സ്റ്റിക്കിലൊക്കെ ഇട്ട് നമുക്കൊരു പിക്ചർ എടുക്കാം. ഗൈസ്, നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ ഇത്ര ദൂരം നമ്മുടെ ക്യാമറ പോകുന്നതാണ്. ഗൈസ്, നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ മുന്നിക്കും അങ്ങോട്ടും അല്ലാതെ നമുക്കിങ്ങനെ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ ആക്കി എടുക്കാം, റൊട്ടേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്യാമറമാനൊന്നും ആരില്ലെങ്കിൽ സിംഗിളായി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് സ്റ്റാൻഡ് പോലെ വെക്കാവുന്നതാണ്. നമുക്കിങ്ങനെ 3 സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതിങ്ങനെ വിരിച്ച ശേഷം നമ്മളിവിടെ ഇങ്ങനെ വെച്ചാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ മൊബൈൽ എടുത്ത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യലാണ്. നമ്മളിങ്ങനെ ഈ നമ്മുടെ ക്യാമറ സെൽഫി സ്റ്റിക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കമ്പി പോലത്തെ സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരും. നമ്മൾ സിംഗിളായിട്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഉപകാരമായിട്ടുണ്ടാവും ഇത്. അപ്പം നമുക്ക് ഇത് ഇവിടുന്ന് നെക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടുന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് അവിടെ വീഡിയോ ഓണാവും. ഗായ്സ്, നമ്മൾ റീൽസ് ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിലാണ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ കുടിക്കിയിട്ടുള്ളത്. നമുക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാം. നിങ്ങൾ സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് വലിച്ചിങ്ങനെ എടുക്കാം. നമ്മൾ ഒറ്റയ്ക്ക് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വീഡിയോ ഇട്ടിട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ബട്ടനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് ഡാൻസ് കളിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ കാണാം.